ഹലോ ഞാൻ ഉഷസ് പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തേതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത്. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ഇതിൽ ആദ്യത്തെ പ്ലാന്റ് മോൺസ്ട്ര പെറു എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. എപ്പി പ്രീമിയം പിന്നാട്ടം ആൽബോ എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റാണ്. ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല ഭംഗിയാണിത് കാണുവാൻ തന്നെ. ഇത് പിങ്ക് ഡാൽമേഷ്യൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ പിങ്ക് കളർ ലീഫിനെല്ലാം വരാറുണ്ട്. ഗ്രീൻ നെറ്റിന് അടിയിലിരുന്നത് കൊണ്ടാണ് ഇതധികം കളറൊന്നും വരാത്തത്. റെഡ് എമറാൾഡ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. 200 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതിന് നല്ല റെഡ് കളറെല്ലാം കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇത് ബിഗ് റോയ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ വലിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ സൈസും സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ അഗ്ലോണിമകളും നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഇതാണ് ഇതിൻ്റെ സൈസ്. പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായി ഫ്ലവർ ഉണ്ടാകാറുണ്ട്. 60 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. നോർമൽ ടൈപ്പാണ്. എന്നാലും നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. 90 രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിന്. ഇത് ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ്. യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന്. 100 രൂപയാണ് ഈ പ്ലാന്റിന്. സെനഡു ആണിത്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഈ പ്ലാന്റിന് 110 രൂപയാണ്. യുജീനിയ പ്ലാന്റാണിത്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതുപോലെ പുതിയ ലീഫെല്ലാം വരുന്നത്. റെഡ് കളറാണ്. ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഒരു കലാത്തിയാണ്. റാറ്റിൽ സ്നേക്സ് എന്നാണ് ഇതിൻ്റെ പേര്. 80 രൂപയാണ്. ചെറിയ സൈസാണിത്. നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു പ്ലാന്റാണ്. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത. ചൈന ഡോൾ എന്ന് പറയുന്ന പ്ലാന്റാണിത്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. ഫൈക്കസ് ആണിത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 120 രൂപയാണ്. ലീഫിനെല്ലാം നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. ഇത് സെനഡു ആണ്. ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 240 രൂപയാണ് ഈ പ്ലാന്റിന്. ജെയ്ഡ് പ്ലാന്റാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. 60 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ബെർക്കിനാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. 200 രൂപയാണ് ഈ പ്ലാന്റിന്. വലുതാവുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കും. ഗ്രീനും വൈറ്റും കൂടി കലർന്ന ലീഫാണ് ഇതിന്. പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ഫേണാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. 150 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. മദർ പ്ലാന്റാണിത്. പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 200 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. അടുത്തത് ഒരു കലാത്തിയ തന്നെയാണ്. നല്ല വലിപ്പമുള്ള കലാത്തിയയാണ്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്ന ഈ കലാത്തിയയ്ക്ക് 90 രൂപയാണ്. ഇതൊരു കലേഡിയമാണ്. റെഡും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന്. 40 രൂപയാണ് ഈ കലേഡിയത്തിന്. അടുത്തത് ഒരു കലാത്തിയാണ്. നല്ല വലിപ്പമുള്ള കലാത്തിയ. ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 100 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇത് പീസ് ലില്ലിയാണ്. ഇതുപോലെ പുതിയ ലീഫെല്ലാം വരുന്നത്. വൈറ്റ് ഷെയ്ഡാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറെല്ലാം ഉണ്ടാകാറുണ്ട്. ബിഗോണിയ പ്ലാന്റ് ആണിത്. പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറാണ്. 60 രൂപയാണ് ഈ ബിഗോണിയയ്ക്ക്. അടുത്തത് ഒരു ബിഗോണിയ തന്നെയാണ്. ലീഫിനെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ. 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഡിഫൻബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്.
ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ ഡിഫൻബാച്ചിയയ്ക്ക് 40 രൂപയാണ്. ഖലീഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫിന് നല്ല റെഡ് കളർ വരാറുണ്ട്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമ പ്ലാന്റാണ്. നാരോ ലീഫാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ഡിഫൻബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നല്ല യെല്ലോയും വൈറ്റും കൂടി ക്രീമും കൂടി കലർന്ന ലീഫാണ്. ഇതിന് 100 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ഡിഫൻബാച്ചിയ തന്നെയാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. അഡീനിയം പ്ലാന്റാണിത്. നമ്മൾ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റാണിത്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. 80 രൂപയാണ്. നല്ല വലിപ്പമാണ് ഇതിൻ്റെ പ്ലാന്റിന്. ജിഞ്ചർ പ്ലാന്റ് ആണിത്. റെഡ് ബട്ടൺ ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയും. ഇതുപോലത്തെ ഫ്ലവറാണ് ഇതിലുണ്ടാകാറുള്ളത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. സ്നേക്ക് പ്ലാന്റ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലാന്റിന് 50 രൂപയാണ്. ബിഗോണിയ പ്ലാന്റ് ആണ് അടുത്തതിന്. നല്ല മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയയ്ക്ക് 70 രൂപയാണ്. പേർഷ്യൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല വയലറ്റ് കളറാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് പീസ് ലില്ലിയാണ്. നോർമൽ ടൈപ്പ് പീസ് ലില്ലി. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. നാരോ ലീഫാണ്. ഇതൊരു കലാത്തിയ തന്നെയാണ്. 50 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. മിലിറ്ററി യൂണിഫോം പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഗ്രാസ് ആണിത്. ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു സിങ്കോണിയം പ്ലാന്റാണ്. ലീഫിൽ നല്ല പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. 30 രൂപയാണ് ഈ പ്ലാന്റിന്. പീക്കോ കലാത്തിയാണ്. ലീഫെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 90 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണിത്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് 50 രൂപയാണ്. വൈറ്റ് സ്പൈഡർ പ്ലാന്റ് ആണിത്. 35 രൂപയാണ് ഈ സ്പൈഡർ പ്ലാന്റിന്. ഗാലക്സി പാണ്ട എന്ന് പറയുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണിത്. മിൽക്ക് കോൺഫ്ലീറ്റി എന്ന് പറയുന്ന ഒരു സിങ്കോണിയം പ്ലാന്റാണിത്. നല്ല പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയ. ഗ്രീനും വയലറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് താഴെ. നല്ല വലിപ്പമുള്ള കലാത്തിയാണ്. ഇതും ഒരു കലാത്തിയ തന്നെയാണ്. ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് 40 രൂപയാണ്. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയ കൂടിയാണ്. ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. 60 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതിലും വലിപ്പമുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. സിൽവർ കളറ് ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റാണിത്. 120 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇതൊരു ബിഗോണിയ പ്ലാന്റാണ്. 40 രൂപയാണ് ഈ ബിഗോണിയയ്ക്ക്. പിങ്ക് കളർ ഫ്ലവർ ഇതിലുണ്ടാകാറുണ്ട്. ഇതൊരു കലാത്തിയാണ്. നാരോ ലീഫ് കലാത്തിയ. 50 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. അടുത്തത് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ സൈസ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റാണ്. ആഷും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇതിന്. 50 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. മുറികൂടി എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണിത്. അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും. മുറിവിനെല്ലാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. 10 രൂപയാണ് ഈ പ്ലാന്റിന്. ഫിലോഡ്രൻഡോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ല യെല്ലോ ഷെയ്ഡാണ്. ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. 40 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ്. ബ്ലീഡിംഗ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. റെഡും വൈറ്റും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. ഇതിനും വലിപ്പമുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു കലാത്തിയാണ്. ഗ്രീനിൽ
ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു കലാത്തിയാണ്. 40 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. മരമുല്ല അഥവാ മുരായ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. 110 രൂപയാണ്. ഇത് നമുക്ക് ചട്ടിയിലും വയ്ക്കാം, അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഇതിൻ്റെ 1 ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 70 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. പെട്ടെന്ന് തന്നെ നിറയെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. അരേലിയ പ്ലാന്റാണ്. ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. 35 രൂപയാണ്. ഗ്രീൻ കളറാണ് ഇതിന്. സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. 40 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു അരേലിയ പ്ലാന്റാണ്. നല്ല യെല്ലോ ഷെയ്ഡാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കോളിയാസ് ആണ്. ഗ്രീനിൽ മെറൂൺ ഷെയ്ഡ് വരുന്ന ഈ കോളിയാസിന് 25 രൂപയാണ്. ഇതൊരു സിങ്കോണിയം പ്ലാന്റാണ്. ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. 50 രൂപയാണ് ഈ സിങ്കോണിയത്തിന്. ഡ്രസീന പ്ലാന്റാണ്. ലീഫിന് സൈഡിൽ നല്ല പിങ്ക് ഷെയ്ഡാണ്. അധികം പൊക്കമൊന്നും വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. സിങ്കോണിയം ആൽബോ എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതുപോലെ നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതൊരു ഫേണാണ്. ബട്ടൺ ഫേൺ എന്ന് പറയും. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അത് ഒരു ഫേൺ തന്നെയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു ഫേണാണിത്. ഇതിന് 50 രൂപയാണ്. അടുത്തത് ഒരു ഫേൺ തന്നെയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും. 70 രൂപയാണ് ഈ ഫേണിന്. സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമ പ്ലാന്റാണ്. 90 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ബാമ്പു ആണ്. ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു ബാമ്പു. 50 രൂപയാണ്. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ചെത്തിയാണ്. കുറ്റിച്ചെത്തി. 50 രൂപയാണ്. പെട്ടെന്ന് തന്നെ പൂക്കളെല്ലാം ഉണ്ടാകാറുണ്ട്. എപ്പോഴും തന്നെ പൂക്കൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. ഇത് അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഡിഫൻബാച്ചിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ചെറിയ സൈസാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റാണ്. പിങ്ക് ഷെയ്ഡാണ് ഇതിന്. പിങ്കും ഗ്രീനും കൂടി കലർന്ന ഒരു ഇതാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു റിബൺ പ്ലാന്റാണ്. ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 60 രൂപയാണ് ഈ പ്ലാന്റിന്. റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. 50 രൂപയാണ് ഈ അഗ്ലോണിമ പ്ലാന്റിന്. ഇതൊരു സിങ്കോണിയം പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടി ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതിലും വലിയ സൈസാണ് ഇവിടെ ഇരിക്കുന്നത്. അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ്. വൈറ്റ് ക്രീമും കൂടി കലർന്ന ലീഫാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബാമ്പു ആണ്. വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലേക്ക് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അധികം വലിപ്പമൊന്നും വയ്ക്കാത്ത ടൈപ്പ് ബാമ്പു ആണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നാരോ ലീഫാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതിന് ചെറിയ ലീഫാണ്. ഇതൊരു ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. എപ്പീഷ്യ പ്ലാന്റാണിത്. റെഡ് കളർ ഫ്ലവറാണ് ഇത് ഉണ്ടാകുന്നത്. റെഡ് ലീഫിൽ റെഡ് കളർ ഫ്ലവർ. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 25 രൂപയാണ് ഈ പ്ലാന്റിന്. മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന്. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയാണ്. 25 രൂപയാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ്. ഇതുപോലെ നല്ല റെഡ് കളർ ലീഫ് ഉണ്ടാകാറുണ്ട്. ഇതൊരു സിങ്കോണിയമാണ്. യെല്ലോയിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഇതിന് 35 രൂപയാണ്. ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണിത്. ഇതുപോലെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.